നമസ്കാരം. വ്യാഴം ശുഭമാണെങ്കിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതായിരിക്കും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം അനിവാര്യമാണ്. വ്യാഴം ശുഭസ്ഥാനത്തല്ലെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല. വിദ്യയിൽ ശോഭിക്കുവാനും പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കുവാനും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഓരോ രാശിക്കാരും നേരിടാം. എന്നാൽ വ്യാഴം ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ പലതും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതാണ്. ഫെബ്രുവരി 4 വ്യാഴം വക്രഗതിയിൽ സഞ്ചാരം ആരംഭിക്കുകയാണ്. വ്യാഴത്തിൻ്റെ വക്രഗതി ചില രാശിക്കാർക്ക് ശുഭകരമായി ഭവിക്കുന്നതാണ്. ഈ രാശിക്കാർ ഏതെല്ലാമാണ്, ഇവർക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ലഭിക്കാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായി ഇടവം രാശിയാണ്. കാർത്തികയും രോഹിണിയും മകയിരവും അടങ്ങുന്ന ഇടവം രാശി. പൊതുവിൽ നല്ല ദിനങ്ങളാണ് ഇടവം രാശിക്കാരെ കാത്തിരിക്കുന്നത്. ജോലിയിൽ ശോഭിക്കുവാൻ ഈ രാശിക്കാർക്ക് സാധിക്കുന്നതാണ്. ഏൽപ്പിച്ച ജോലിയെല്ലാം വളരെ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും. മേലധികാരികളിൽ നിന്നും ഓരോ കാര്യത്തിനും ഇവർക്ക് പിന്തുണ ലഭിക്കും. പ്രശംസയും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ പ്രമോഷനും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ ഈ രാശിക്കാർക്ക് ഈ യോഗം നിമിത്തം സാധിക്കും. യാത്രകൾ ചെയ്യാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ ബന്ധുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും പൂർണ്ണ പിന്തുണ ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതായിരിക്കും. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കും. വിദ്യയിൽ ശോഭിക്കുവാൻ സാധിക്കും. ആഗ്രഹിച്ച ജോലി കരസ്ഥമാക്കുവാൻ സാധിക്കും. ശുഭകരമായ പല കാര്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കുവാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും. കൂടാതെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകളെ കണ്ടെത്തുവാൻ അഥവാ കണ്ടുമുട്ടുവാൻ ഈ കാലയളവിൽ സാധിക്കും. പ്രണയം ഉള്ളവർക്ക് ആഗ്രഹിച്ച വ്യക്തിയെ വിവാഹം ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. അടുത്തതായി മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർതം എന്നിവർക്കും വ്യാഴമാറ്റം അനുകൂലമായി ഭവിക്കുന്നതായിരിക്കും. ധനം സമ്പാദിക്കുവാനുള്ള യോഗം ഇവരിൽ വന്നു ചേരുന്നതായിരിക്കും. ഫെബ്രുവരി മാസം മുതൽ തലവര മാറി സൗഭാഗ്യങ്ങളായിരിക്കും ഈ രാശിക്കാരെ തേടി എത്തുക. ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ് ആരംഭിച്ചാൽ അതിൽ നിന്നും ആഗ്രഹിച്ച രീതിയിൽ വരുമാനം ഉണ്ടാക്കിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. കച്ചവടം വർദ്ധിക്കുന്നതായിരിക്കും. പല പുതിയ പ്രൊജക്റ്റുകളും ലഭിക്കും. അതുപോലെ പണം സമ്പാദിക്കുവാൻ ഏറ്റവും ഉചിതമായ മാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും. കയ്യിലുള്ള സമ്പാദ്യം ഇരട്ടിയാക്കുവാനുള്ള യോഗവും ഉണ്ടായിരിക്കുന്നതായിരിക്കും. പരാജയങ്ങൾ പൊതുവെ കുറവായിരിക്കും. കുറഞ്ഞ കാലയളവിൽ നല്ല രീതിയിൽ സമ്പാദിക്കുവാനും ഇവർക്ക് സാധിക്കും. അടുത്തതായി വരുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിയിൽപ്പെട്ട അവിട്ടം, അതുപോലെ തന്നെ ചതയം, പൂരുരുട്ടാതി എന്നിവർക്കാണ് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത്. ഇവർ ഏത് മേഖലയിൽ എത്തിപ്പെട്ടാലും ഉന്നത സ്ഥാനങ്ങളിൽ എത്താൻ ഇവർക്ക് യോഗമുണ്ട്. കൂടാതെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവർക്ക് മേധാവിത്വം വർദ്ധിപ്പിക്കും. പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യത
കൂടുതലാണ്. കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏറ്റെടുക്കുന്ന സമയം കൂടിയായിരിക്കും. കൂടാതെ മറ്റുള്ളവരെ നിയന്ത്രിച്ച് ജോലിസ്ഥലത്ത് ലാഭം ഉണ്ടാക്കിയെടുക്കുവാനും അതുപോലെ സ്വന്തമായി പണം സമ്പാദിക്കുവാനും ഇവർക്ക് ഈ കാലയളവിൽ പ്രത്യേകമായ കഴിവ് തന്നെ ദൃശ്യമാക്കുന്നത് കാണുവാൻ സാധിക്കും. കൂടാതെ തന്നെ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതായിരിക്കും. ബിസിനസ്സിലേക്ക് ആവശ്യമായ പണം കയ്യിൽ വന്ന് ചേരുന്നതും ആയിരിക്കും. വളരെയധികം നേട്ടങ്ങളായിരിക്കും ബിസിനസ്സിൽ നിന്നും ഈ രാശിക്കാർക്ക് ഉണ്ടാവുക. കൂടാതെ ആരോഗ്യപരമായി എടുത്തു കഴിഞ്ഞാൽ തൃപ്തികരമായി ആരോഗ്യകരമായ ജീവിതം നയിക്കുവാൻ സാധിക്കും. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശമ്പള തടസ്സമൊക്കെ നേരിട്ടിരുന്നവർക്ക് അതിൽ നിന്നും ഒരു മോചനം ഈ കാലയളവിൽ ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി തുലാം രാശിക്കാരാണ്. തുലാം രാശിയിൽപ്പെട്ട ചിത്തിരയ്ക്കും ചോതിക്കും അതുപോലെ വിശാഖത്തിനുമാണ് ഭാഗ്യാനുഭവങ്ങൾ അനുഭവത്തിൽ വരിക. ജീവിതത്തിൽ പല കാര്യങ്ങളിലും വിജയിക്കുവാൻ ഇക്കൂട്ടർക്ക് ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. സന്തോഷം നൽകുന്ന ഒട്ടനവധി കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ബിസിനസ്സിൽ പുതിയ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ബന്ധം വഴി പുതിയ പുതിയ നേട്ടങ്ങൾ കൈവരിക്കുവാനും പുതിയ ബിസിനസ് ശൃംഖലകൾ രൂപപ്പെടുത്തുവാനും അല്ലെങ്കിൽ വിപുലീകരിക്കുവാനും ഈ കാലയളവിൽ സാധിക്കുന്നതായിരിക്കും. പുതിയ മേഖല, പുതിയ ആശയം എന്നിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ അനുകൂലമായ സമയമാണ്. ഇതിലൂടെ പണം ധാരാളം സമ്പാദിക്കുവാനും സാധിക്കും. കൂടാതെ തന്നെ നിങ്ങളുടെ ബിസിനസ് മേഖലയിലും ജോലി സ്ഥലത്തുമുള്ള നിരവധിയായ ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിക്കുന്നതാണ്. പണസമ്പാദനത്തിന് ഇത് സഹായകരമാകുന്നതായിരിക്കും. കൂടാതെ തന്നെ വിദേശത്തൊക്കെ ബിസിനസ് നടത്തുന്നവർക്ക് ഒരു മാറ്റം ഈ കാലയളവിൽ അനുഭവത്തിൽ വരുന്നതായിരിക്കും. സർക്കാരിൽ നിന്നും മറ്റും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അകലുന്നതായിരിക്കും. ഒപ്പം തന്നെ പുതിയ പുതിയ സുഹൃത്തുക്കളിൽ നിന്നും പുതിയ പുതിയ അനുഭവങ്ങളും സഹായങ്ങളും ലഭിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.